ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പമതു തന്നെയോ പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വെള്ളത്തിൽ ചെന്ന് വീഴോ? എന്തൊരു കളിയായത്, എന്തൊരു കളിയായത്. ഇത് കണ്ണുണ്ടായിട്ട് ഇത് കണ്ണുണ്ടായിട്ട് കാണാൻ പാടില്ല, അപ്പോഴാ കണ്ണ് കെട്ടി കളിക്കണത് അല്ലേ? കൊള്ളാം. പിക്നിക്കിന് വന്നിട്ട് ഇതാ കളി. ഇപ്പൊ നേരം പോക്കാം. നിങ്ങൾ എൻജോയ് ചെയ്യുവാണ്. ഓക്കെ, അത് ശരിയാ. അതെ, നിങ്ങള് കൊച്ചു പിള്ളേരായി. ഈശോ പറഞ്ഞിട്ടുണ്ട് ശിശുക്കളെ പോലെ ആകുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതെ, അഴിച്ചഴിക്കുക. കണ്ണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ കണ്ണ് വിട്ട് കണ്ണടച്ചു വെച്ച് കളിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു കാര്യം ചെയ്യും, കണ്ണടഞ്ഞിരുന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതെ അല്ലേ? ഒരു നിമിഷം റോസ്ലിക്ക് മനസ്സിലായി. റോസ്ലിയുടെ കണ്ണ് കെട്ടിയിരുന്നപ്പോ റോസ്ലിക്ക് വല്ലതും കാണാൻ പറ്റിയോ? ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ? കണ്ണിന് കാഴ്ചയുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടും കണ്ണ് കെട്ടിയിരുന്നത് കൊണ്ട് കാണാൻ പറ്റിയില്ല അല്ലെ? ഇതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇരിക്കും എവിടെയാ ഇരിക്കണ്ടേ? അല്ലേ? ഇപ്പൊ കാഴ്ചയുടെ വില അറിഞ്ഞല്ലോ അല്ലേ? ശരിയായിട്ട് ഈശോയെ. അപ്പൊ നമ്മള് ഈ കണ്ണ് നമ്മളൊന്ന് ഓർത്ത് നോക്കിയ, റോസ്ലിക്ക് കണ്ണിനിപ്പൊ കാഴ്ചയുണ്ട്. ആ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവം തന്ന ഈ കഴിവിനെ മൂടി വെക്കുക, വേറൊരു വസ്തു കൊണ്ട് മൂടി വെച്ചപ്പോ റോസ്ലിക്ക് ആ കഴിവുണ്ടെങ്കിലും റോസ്ലിക്ക് അത് പ്രയോജനപ്പെടുന്നില്ല, മൂടി വെച്ചു അത് ഇല്ലേ? ഇതുപോലെ ദൈവം കണ്ണാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അല്ലേ പ്രധാനം. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമുണ്ട് അല്ലേ? എല്ലാ രീതിയിലും കണ്ണാണ്. ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ടാണ് നമ്മളെല്ലാത്തിനെയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. കണ്ണടച്ചപ്പോൾ അന്ധകാരമായിരുന്നു. അപ്പൊ റോസ്ലി ഇപ്പൊ പ്രകാശത്തിലാണ് അല്ലേ? ഈ പ്രകാശത്തിനെ നമുക്ക് കാണാൻ പറ്റുമോ? പ്രകാശത്തിനെ കാണാം. പ്രകാശത്തിലൂടെ കാണാം. പ്രകാശത്തെ കാണാൻ പറ്റില്ല, പ്രകാശത്തിലൂടെ കാണാം. പ്രകാശത്തെ കാണാൻ പറ്റില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പ്രകാശം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പ്രകാശം ഉള്ളപ്പോൾ നമ്മൾ പ്രകാശം എങ്ങനെയാ ഉണ്ടെന്ന് പറയണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ പ്രകാശം ഉള്ളപ്പോൾ നമുക്ക് വസ്തുക്കളെ കാണാം. വസ്തുക്കൾ ഇവിടെ അന്നേരം അന്ധകാരമാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നും കാണത്തില്ല. അപ്പൊ പ്രകാശത്തെ അല്ല നമ്മൾ കാണേണ്ടത്, പ്രകാശത്തിൽ എല്ലാ വസ്തുക്കളെ കാണുക. അപ്പം നമ്മൾ പറയാണ് പ്രകാശമുണ്ട്. പ്രകാശത്തെ കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് സൂര്യനെ നോക്കാം, പ്രകാശം അവിടുന്ന് വരുന്ന അങ്ങനെ നമുക്ക് നമുക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു സാധനമാണ് അല്ലെ വസ്തുവാണെന്ന് നമുക്ക് തൊട്ടെടുക്കാൻ പറ്റില്ല. പ്രകാശം ഉള്ളപ്പോൾ അതിലൂടെ വസ്തുക്കളെ നമ്മൾ കാണുന്നു, പ്രകാശമില്ലാത്തപ്പോൾ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ അന്ധകാരമാണെന്ന് പറയും അല്ലേ? അപ്പം ഇതുപോലെ ഇപ്പം പ്രകാശമുണ്ട്. റോസ്ലിയുടെ കണ്ണിന് പ്രകാശമുണ്ട്. റോസ്ലിക്ക് കണ്ണ് കെട്ടിയപ്പോൾ വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല. അപ്പം പ്രകാശം ഉണ്ടായിരിക്കെ
നമ്മളതിനെ മൂടി വയ്ക്കുക. മൂടി വെച്ചാൽ നമുക്ക് അത് കാണാൻ പറ്റില്ല. അപ്പം ഇതുപോലെ ദൈവം നമുക്ക് കാഴ്ച തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവികമായ കാഴ്ചപ്പാടിലൂടെ അതിനെ പ്രാവർത്തികമാക്കണം. അത് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം നമ്മൾ സൂര്യന് പ്രകാശമുള്ള സമയത്ത് നമുക്ക് ആരാന്നുള്ളത് അറിയാം, വ്യക്തതയുണ്ട് ഇല്ലേ? കണ്ണ് കെട്ടിയപ്പം ഈ വ്യക്തതയുണ്ടായോ? ഇല്ല. അപ്പം ഇതുപോലെ ദൈവികമായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കാണേണ്ടതുപോലെ കാണേണ്ടവരെ കാണാനും അതിനനുസരിച്ച് ദൈവികമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പം നമ്മളിലുള്ള പ്രകാശത്തെ, ആ ദൈവിക പ്രകാശത്തെ നമ്മൾ മൂടി വെച്ചാൽ, അല്ലെ അത് മറയപ്പെട്ടിരുന്നാൽ നമുക്ക് കാണേണ്ടവരെ കാണേണ്ട പോലെ കാണാൻ പറ്റില്ല ഇല്ലേ? അതിന് നമ്മൾ ചെയ്യുന്ന, ഇപ്പം നമുക്ക് മൂടുപടം ഉണ്ടാകരുത്. ഇപ്പം കണ്ണ് കെട്ടിയത് കൊണ്ടല്ലേ ഇപ്പം കാണാൻ മേലാതെ പോകുന്നത്. അപ്പം ഈ കണ്ണ് കെട്ടുന്ന പോലെ ശരിക്കും നമ്മുടെ ആത്മീയ കണ്ണ് കെട്ടുന്നുണ്ട്. ആത്മീയ കണ്ണ് തുണി കൊണ്ടൊന്നും അല്ല കെട്ടുന്നത്. അത് ആത്മീയ കണ്ണ് അന്ധകാരമാകുന്ന ആ ശക്തി. അന്ധകാര ശക്തി ഏതാ? തിന്മയുടെ ശക്തി. പാപത്തിൻ്റെ മാലിന്യം നമ്മുടെ കണ്ണുകളെ മൂടും. അതായത് നമ്മുടെ ആന്തരിക കണ്ണിനെ മൂടുമ്പോൾ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണിനെ മൂടിയാൽ നമുക്ക് കാണേണ്ടുന്ന പോലെ ബന്ധങ്ങളെ കാണാൻ പറ്റില്ല. കാണേണ്ടുന്ന പോലെ പ്രകൃതിയെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പ്രകൃതി പോലും നമുക്ക് ശാവമായിട്ടും പുറകുറുപ്പായിട്ട് അലർജി, നമുക്കെല്ലാത്തിനോടും അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകും. അതുപോലെ ആത്മീയ അന്ധത എന്നുള്ളത് പറയാം. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുമ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മറ്റുള്ളവരെ, പ്രിയപ്പെട്ടവരെ വിലയിരുത്തുകയും പ്രതികരണം നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ കാഴ്ച എന്ന് പറയണത് എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊരു സ്വഭാവക്കാരനാണ്, അല്ല ഇന്ന ശീലമുള്ള ആളാണ്, ഇത് നന്നാവില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഈശോയുടെ കണ്ണിൽ അങ്ങനെയല്ല. അത് ദൈവത്തിൻ്റെ മകനാണ്. കർത്താവ് അതിൽ ഈശോയുടെ ജീവൻ നൽകി രക്ഷിച്ചതാണ്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാഴ്ചപ്പാടാണ് ഇത് നന്നാകുമൊന്നുമില്ല. പിള്ളേരാണേലോ ഇത് പരീക്ഷ എഴുതും, ഇത് പഠിക്കുകയില്ല, ഇതൊന്നുമില്ല, ഇത് നന്നാവില്ല, ഇത് രക്ഷപ്പെടില്ല. എന്നിട്ട് ഈ നിരാശയുടെ കണ്ണ് വെച്ച് നമ്മൾ ഈ കൊച്ചിനെ നോക്കുമ്പോൾ നമുക്ക് ഈ കൊച്ചിനെ കാണേണ്ടുന്ന രീതി കാണാൻ പറ്റുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പം ദൈവത്തിൻ്റെ പൈതലിനെ കാണേണ്ടുന്ന രീതി കാണണമെങ്കിൽ ഈ ആത്മീയ കണ്ണ് നമുക്ക് തുറക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയ കണ്ണ് അടഞ്ഞിരിക്കുക. നമ്മുടെ കൂട്ടുകാരെ തന്നെ വിലയിരുത്തും. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ ഓരോരുത്തരുടെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വെച്ചാൽ നമ്മൾ നോക്കുന്നത്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ആ കാഴ്ചയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ശരിയായിരിക്കും. മാറ്റേണ്ടത് അതാണ്. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് നല്ല കാഴ്ചപ്പാടാണ് തന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈശോയുടെ ജീവൻ നൽകി നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. നമ്മളതാണ് താനും. അപ്പം ഈ കാഴ്ചപ്പാടിൽ നോക്കാതെ ഇരിക്കാൻ തക്ക രീതിയിൽ നമ്മളെ മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഈ തിന്മയുടെ അന്ധകാരത്തിൻ്റെ ഈ തുണി കെട്ടിയ പോലെ പല പലയുണ്ട്. അതായത് നമ്മുടെ ദേഷ്യം, കോപം, മുൻവിധികൾ, പിന്നെ നമ്മുടേതായ ചില ആസക്തികൾ, എല്ലാം. അതായത് നമ്മൾ മോഹങ്ങൾ, നമുക്ക് ഭയങ്കരമായ ആസക്തികൾ, ചില സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലുള്ള ഇതുണ്ടല്ലോ. ഗലാത്യ 5:19 എടുത്ത് നോക്കിയാൽ മതി. അതാണ് ജഡികമായ താല്പര്യങ്ങൾ എന്താണെന്ന് അതിനകത്ത് ഉണ്ട്. ദേഷ്യം, കോപം, വിദ്വേഷം, വെറുപ്പ്, മദ്യപാനം, ദുഷി, ഇങ്ങനെയുള്ളതെല്ലാം ജഡികതയാണ്. ഈ ജഡികതയാകുന്ന തുണി കൊണ്ട് നമ്മളെ മൂടിയിരുന്നാൽ നമ്മുടെ ദൈവം തന്ന കാഴ്ചപ്പാട് മാറും. ഈ ജഡികതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും വിലയിരുത്തുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മുടെ കാഴ്ചപ്പാട് തെറ്റാൻ നേരം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ചിലപ്പോൾ തെറ്റിപ്പോകാം. അപ്പം നമ്മളത് തിരിച്ചറിയണം. അതിനെ ശരിക്കും പറഞ്ഞാൽ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമുക്കൊന്ന് എടുത്ത് നോക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ
ഈശോ ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈശോ അന്ധന് കാഴ്ച കൊടുക്കുന്നത് അതിനകത്തൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെപ്പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കെട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഉണ്ടോ? അവിടുത്തെ സംഭവം തന്നെ നമുക്ക് തിരിച്ചറിയാം. അവൻ അന്ധനായിരുന്നവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു വന്ന് അവന് എന്താ ചെയ്തത്? യേശു അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ അവൻ സത്യം പറഞ്ഞു. എന്നാ പറഞ്ഞു? മനുഷ്യരെ കാണും. ഉറക്കെ പറ, എല്ലാരും കേക്കട്ടെ. ഞാൻ മനുഷ്യരെ കണ്ടു, അവരെല്ലാം മരങ്ങളെ പോലെ. മനുഷ്യരെ കണ്ടു, പക്ഷെ അവരെങ്ങനെയാ ഇരിക്കണേ? മരങ്ങളെ പോലെ ഇരിക്കുന്നു. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് ചലിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. മരം നടക്കുവോ? ഇല്ല. മനുഷ്യൻ മരങ്ങളെ പോലെയാണോ ഇരിക്കണേ? കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവന്റെ അന്ധത മാറിയിട്ടില്ല. ഈശോ അവനെ തൊട്ടു. ഈശോയുടെ സാന്നിധ്യം ഉണ്ട് അവന്റെ കൂടെ. ഈശോ അവനെ തൊടുകയും ചെയ്തു. പക്ഷേ അവന്റെ അന്ധത മാറിയില്ല, വ്യക്തത വന്നില്ല, അവന്റെ കാഴ്ചപ്പാട് മാറിയില്ല. അവൻ മനുഷ്യരെ നോക്കുമ്പോൾ, കാരണം അവന്റെ ആത്മീയ കണ്ണുകൾ തുറക്കാതെ അവന് പറ്റാത്ത അവസ്ഥയിൽ അവന്റെ കണ്ണ് അന്ധകാരത്തിലായിരിക്കുന്നതിനാൽ ഈശോ അവനെ തൊട്ടു. ഈശോ അവന്റെ അടുത്തുണ്ട്. എങ്കിലും അവന് വ്യക്തത വന്നില്ല. കാരണം അവനിലുള്ള അന്ധകാരം പൂർണ്ണമായിട്ടും മാറിപ്പോയില്ല. അത് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്ത്? ഈശോ അങ്ങനെ അങ്ങ് വിട്ടില്ല. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈവച്ചു. അപ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കാണുകയും ചെയ്തു. അവൻ കണ്ടു. അപ്പം നമ്മുടെ ഈ ആത്മീയ അന്ധത മാറണമെങ്കിൽ നമ്മൾ യേശുവിനോട് ഏറ്റവും അടുത്ത് വരികയും യേശു തന്നെ നമ്മളെ വീണ്ടും വീണ്ടും സ്പർശിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തി ഈ അന്ധത മാറ്റണം. നമുക്കാർക്കും പറ്റില്ല. ഇപ്പം റോസിലിയുടെ കണ്ണ് കെട്ടിയിട്ട് റോസിലി തന്നെയല്ലല്ലോ അഴിച്ചാണോ? അല്ലേ, വേറൊരാൾ അഴിച്ചു കൊടുത്തു അല്ലേ? അപ്പം വേറൊരാൾ അഴിച്ചു കൊടുത്തപ്പോൾ റോസിലിക്ക് തന്നെ അത് അഴിക്കാൻ പറ്റിയില്ല. പറ്റും, പക്ഷെ ഇപ്പം അഴിച്ചത് വേറൊരാളാണ്. പക്ഷെ ഈ ആത്മീയ അന്ധത മനുഷ്യനെ കൊണ്ട് പറ്റില്ല മാറ്റാൻ. അത് ആത്മീയ പാപത്തിൻ്റെ അന്ധതയാണ്. ആ ആത്മീയ പാപത്തിൻ്റെ, അതായത് ആത്മാവിൻ്റെ വിശുദ്ധിക്കെതിരായിട്ടുള്ള ആ പാപങ്ങൾ, ആ ലോകത്തിൻ്റെ മാലിന്യ അന്ധകാരം ഈ കണ്ണുകളെ മൂടിയിരിക്കുന്നതിനാൽ അത് ഈ ലോകത്തിൻ്റെ പാപം മാറ്റുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞതെന്നാ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ സൃഷ്ടിയായ നമ്മുടേതായ പാപ മാലിന്യങ്ങൾ മായ്ച്ചു കളയാൻ കഴിവുള്ളവൻ യേശു മാത്രം. അപ്പം ആ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്രമാത്രം അടുത്ത് ചെല്ലുന്നോ, യേശുവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നോ, അത്രയും നമ്മുടെ അന്ധകാരം മാറിപ്പോകും. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇതിനകത്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് കിട്ടണമെങ്കിൽ ആര് തൊടണം? നമ്മളെ ഈശോ വന്ന് തൊടണം. അപ്പം ആ ഈശോ തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പം ഈ അന്ധനെ അവർ കൊണ്ടുവന്നതാണ്. ഇവന് കണ്ണ് കാണാൻ പാടില്ല ഈശോയുടെ അടുത്തേക്ക് വരാൻ. അപ്പം ഈശോയുടെ അടുത്തേക്ക് പോകുകയല്ല. ഈ ആത്മീയ അന്ധതയിൽ കിടക്കുന്നവർ ഒരു വചനപ്രഘോഷണം കേൾക്കാൻ പോവോ? ഈ ക്ലാസ് കേട്ടാൽ മനസ്സിലാവുമോ? താല്പര്യമില്ല. അതിലും വല്ല വേറെ എന്തെങ്കിലും സിനിമയൊക്കെ കാണാൻ വല്ല വേറെ അവർക്ക് താല്പര്യമുള്ള സംഗതികൾ ഇഷ്ടം അതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ മറ്റുള്ളവരാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് മാധ്യസ്ഥം നടത്തി അങ്ങനെയുള്ള വ്യക്തികളെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഈശോ തൊടും. നമുക്കതിന് പാപമില്ലാത്തൊരവസ്ഥയും കൂടെ വേണ്ടേ? അതെന്നാന്നറിയാം, അത് നല്ല ഒരു ചോദ്യമാണ്. എന്നാന്ന് ചോദിച്ചാൽ പാപമില്ലാത്ത അവസ്ഥ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല. പാപങ്ങൾ നീക്കിക്കളയുന്ന ഈശോ,
ഈശോയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പാപമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെ ആക്കിയെടുക്കാനായിട്ട് പാപികളെ തേടി വന്നതാണ് ഈശോ. അപ്പം ഈശോയാണ് നമുക്ക് രക്ഷ തരുന്നത്, പാവം മാറ്റിക്കളയാൻ. പിന്നെ ഈ പാവം മാറ്റാനായിട്ട് ഇപ്പം നമുക്ക് ഒരാൾ ശരിക്കും അന്ധകാരത്തിൽ ജീവിക്കുകയാണ്, സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു സ്വഭാവത്തിനുടമയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിയെ പ്രാർത്ഥനയും അനുതാപത്തോടും, ഈശോ പറഞ്ഞില്ലേ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം ഒഴിഞ്ഞു പോകുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. ഇവിടെ ഇപ്പം ഈ അന്ധനെ അവർ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ് ഇതിലെഴുതിയേക്കുന്നത്. അപ്പം ഇവൻ്റെ കയ്യെ പിടിച്ച് കൊണ്ടുവരിക. അപ്പം നമ്മൾ നിർബന്ധിച്ച് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തി. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട് അംഗങ്ങൾ അങ്ങനെ അന്ധതയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് ഈശോ തൊട്ടാ രക്ഷപ്പെട്ടു പോയി. നമുക്ക് ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരിക, അത്രേ ദൗത്യമുള്ളൂ. അതേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പം അത് കൊണ്ടുവരുമ്പം നമ്മൾ അങ്ങനെ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരവസ്ഥ വേണം, ഇല്ലേ? ആ അവസ്ഥയെക്കുറിച്ചാണ് നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. അപ്പം നമുക്ക് ഇപ്പം മറ്റൊരാളെ ദൈവിക സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ? അവനെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ രക്ഷിക്കണമെങ്കിൽ നമ്മളിലുള്ള അന്ധകാരം ആദ്യം മാറണം. ഇതിപ്പം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പരാതിയും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് നീ നന്നാകുക, നിൻ്റെ സ്വഭാവം നന്നാകുക, നിൻ്റെ കാഴ്ചപ്പാട് മാറ്റുക എന്ന് നമ്മൾ അന്യരെ വിധിക്കുമ്പോൾ നമുക്കങ്ങനെ വിധിക്കണമെങ്കിൽ നമ്മുടെ കണ്ണി കരടുണ്ട്, അത് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണില് കരടെടുക്കാനായിട്ട്. നമ്മുടെ കണ്ണിൽ വലിയ അന്ധകാരമായിരിക്കാം. നമ്മുടെ നമ്മുടെ ആത്മീയതയിൽ അന്ധകാരം വ്യാപിച്ച് കിടക്കുക, ഒരു തടിക്കഷ്ണം ഇരിക്കുക. അന്നേരം നമ്മൾ പറയാം നിനക്ക് ഇച്ചിരി കുറവുണ്ട്, നീ ഇന്ന സൈസാ, അല്ലെ നിന്റെ സ്വഭാവം ഇങ്ങനെയാ, ഇതൊന്ന് നീ മാറ്റ് എന്ന് നമ്മൾ പറയാൻ നമുക്ക് പറ്റില്ല. അവനെ മാറ്റിയെടുക്കാനുള്ള ആ ഒരു ആത്മീയ പ്രകാശം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ നമ്മളിലെ ഈ തടിക്കഷ്ണമാകുന്ന പാപമാലിന്യം മാറണം. അപ്പം നമ്മൾ വിശുദ്ധിയിലാകണം. നമ്മൾ ഭാര്യമാർ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ല ജീവിത പങ്കാളിയെ കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിൽ കുറവൊന്നും ഉണ്ടാകാതെ ഇരിക്കണം. അപ്പം ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വമാകണം നമ്മൾ. കാരണം നമ്മളിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ നമ്മൾ അന്ധൻ്റെ കാര്യം കണ്ടില്ലേ? ഈശോ ചോദിച്ചു നീ ഇപ്പം എന്ത് കാണുന്നു? അപ്പം ഞാൻ എന്താ ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ കാഴ്ചപ്പാട് കുറവുണ്ട്, മനുഷ്യരെ ഞാൻ ഇങ്ങനെ മരങ്ങളെ പോലെയാണ് കാണുന്നതെന്നുള്ള സത്യം പറഞ്ഞു. ഇവിടെ നമ്മൾ സത്യം പറയുന്നില്ല ഈശോയോട്. നമുക്കൊരു കുറവുമില്ല, മറ്റുള്ളവർക്കെല്ലാം അപ്പടി കുറവാണ് കർത്താവേ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ അന്ധൻ തിരിച്ചറിഞ്ഞു ഞാൻ കാണുന്നത് മനുഷ്യരെ കാണുന്നത് ശരിയായിട്ടല്ല. അവൻ്റെ സത്യം പറഞ്ഞു. ആ സത്യം ഈശോയുടെ ഏറ്റു പറഞ്ഞപ്പോൾ ഈശോ വീണ്ടും അവനെ സ്പർശിച്ചു. അതാ ഈശോ പറയണത് 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വായിക്കുമ്പോൾ പറയേണ്ടത് നമ്മളിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ അപ്പോൾ അത് വ്യാജം പറയുന്നു, അത് സത്യമില്ലെന്ന് വരും. എന്നാൽ നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്നും രക്ഷിക്കുന്ന ദൈവം. അപ്പം ആ കർത്താവിനോട് നമ്മൾ പറയണം ഈശോയെ എനിക്കിച്ചിരി കുശുമ്പുണ്ട്, എനിക്കിച്ചിരി വെറുപ്പുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ കുറവാണ്. നമ്മൾ മനുഷ്യരെ വികലമായി കാണുന്നത്, മരങ്ങളെ പോലെ നടക്കുന്നുണ്ട് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ഈശോയുടെ ഏറ്റു പറഞ്ഞിട്ട് പറയണം ഈശോയെ നീ എന്നെ ഒന്ന് തൊടണം, നീ കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ സ്നേഹത്തോടെ കാണാൻ എനിക്ക് കൃപ തരണേന്ന് ഈശോയോട് ചോദിച്ച് മേടിക്കണം. അത് അപ്പോഴേ നമ്മുടെ കണ്ണിലെ ഇത് മാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഈശോയോട് നിരന്തരം നമ്മൾ വായിക്കുന്നില്ല. ലാസറും ധനവാനും ലാസറുടേതും ആയിട്ട് ഒരെണ്ണം നമ്മൾ വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായം. ലാസറും ധനവാന്റെ അറിയാമല്ലോ, അത് വായിക്കണ്ടല്ലോ. അപ്പം ധനവാനും ലാസർ ദരിദ്രനായിരുന്നു, അവന് വ്രണങ്ങളുണ്ടായിരുന്നു, അത് നായി വന്ന് നക്കിക്കൊണ്ടിരുന്നു.
ഈ ധനവാൻ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ നിന്ന് നോക്കിയത് ശരിയല്ലായിരുന്നു. ലാസറിനെ കാണേണ്ടുന്ന പോലെ ധനവാൻ കണ്ടില്ല. അതാണ് അവൻ്റെ പാപം, അതാണ് പാപം. അതുകൊണ്ട് മരിച്ചപ്പോൾ എവിടെയാ ചെന്നേ? ലാസർ അബ്രഹാമിൻ്റെ മടിയിലെത്തി. പുള്ളിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അന്നേരം പറഞ്ഞ ഒന്ന് വന്ന് എൻ്റെ നാവിലെത്തി വെള്ളം, പിന്നെ പറയണ്ട ഭൂമിയിലേക്ക് വിടെന്നൊക്കെ പറയണ്ട, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ അതാ അതെന്നാന്ന് വെച്ചാൽ ബൈബിളിന്റെ വ്യാഖ്യാനമൊക്കെ അത് ബൈബിൾ പണ്ഡിതന്മാരാണ് നമുക്ക് തരുള്ളൂ. നമുക്കിപ്പോൾ തിരിച്ചറിയേണ്ടതേ ഉള്ളൂ നമ്മുടെ കാഴ്ചപ്പാട്. ആ ലാസറിനോടൊന്ന് ഈശോ പറഞ്ഞില്ലേ, നമ്മൾ പങ്കുവയ്ക്കണം. നമുക്കുള്ള ധനം, സമ്പത്ത്, കഴിവുകൾ പങ്കുവയ്ക്കാനാണ് ഈശോ തന്നേക്കണത്. നിനക്ക് ദാനമായി തന്നത് ദാനമായി നീ കൊടുക്കണം. അപ്പൊ ധനവാന് കൊടുത്തതെല്ലാം ദൈവം കൊടുത്ത ദാനമാ, ദൈവവചന ലംഘനമാണ് അവിടെ വന്നിരിക്കുന്നത്. കാണേണ്ട പോലെ ലാസറിനെ കണ്ടില്ല. ലാസറിനെ എങ്ങനെ വേണേലും സഹായിക്കായിരുന്നു. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ, അന്നൊന്നും ഹോസ്പിറ്റലല്ല, അതിനെ മരുന്ന് കൊടുത്തും അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുത്തും അവനൊരു വീട് വെച്ച് കൊടുത്തോ, അവൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുമല്ലേ. അപ്പം അതൊക്കെ ചെയ്യാമായിരുന്നു. അതാ കാണേണ്ട കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം അത്. അപ്പം ആ കാഴ്ചപ്പാടിൽ അന്ധത വന്നു ധനവാന്. അവൻ സഹോദരന് ചെയ്യേണ്ട, നീ നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കാനാണ് പറഞ്ഞേക്കണേ. ധനവാൻ പട്ടുവസ്ത്രം കൊടുത്ത് മൂടിയായിട്ട് അവൻ സുഖലോലുപതയിൽ ജീവിക്കുക. ഈ ദരിദ്രനായ ലാസറോ അവൻ ഏറ്റവും ധനവാൻ കഴിച്ചിരുന്ന എല്ലും കഷ്ണങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് അത്രമാത്രം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സഹായം ആവശ്യമുള്ള എൻ്റെ സഹോദരനെ കണ്ടിട്ട് ഈശോ പറഞ്ഞ വചനം തെറ്റിച്ചില്ലേ? അതായത് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ കാണണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക. ഇതാണ് ഈശോയുടെ പ്രമാണം. അത് ലംഘനമല്ലേ അവിടെ നടത്തിയത്? മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമുക്കൊക്കെ അത് സാധിക്കണം. സാധിക്കാനാണ് നമ്മുടെ ആത്മീയ അന്ധതയോ കിടക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കാത്ത. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ പച്ച മനുഷ്യനായിട്ട് ഇരുന്നാൽ നമുക്ക് പറ്റില്ല. പക്ഷെ ഈ ഈശോയുടെ ശക്തി നമ്മളിലേക്ക് വരണം. അതാണ് ആത്മീയ പ്രകാശം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ആരും അന്ധകാരത്തിൽ നടക്കുന്നില്ല. മാറും. നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മൾ ബലഹീനരാ. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു എന്നിൽ വന്ന് വീണ്ടും ജനിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ആത്മാവി വീണ്ടും നമ്മൾ ജനിക്കുമ്പോൾ ആ ആത്മാവി ജനിച്ച ആത്മീയ പ്രകാശത്തിൽ ആ യേശുവിൻ്റെ ആത്മാവ്, ആ പ്രകാശത്തിൽ ഞാൻ നടക്കുമ്പോൾ ഈ അന്ധകാരത്തിൻ്റെ യാതൊരു കഴിവുകേടും നമുക്കില്ല. അപ്പം അതുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, അന്ധന് കാഴ്ച കൊടുക്കുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തെ 20 വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ ചോദിക്കുന്നുണ്ട് ഓരോ അത്ഭുതം, ഞാൻ എന്ത് ചെയ്യണമെന്നാകാം. അപ്പം ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പം നമ്മൾ പറയണം, എനിക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കുന്നില്ല, എൻ്റെ സഹോദരനെ എന്നെപ്പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈശോയെ, അതെനിക്ക് പറ്റണം. അപ്പം ആഗ്രഹം എവിടെയാണ് വരേണ്ടത്? എൻ്റെ ഉള്ളിൽ ആദ്യം വരണം. എൻ്റെ ആത്മീയതയിലാണ് ആ ആഗ്രഹം, എൻ്റെ വ്യക്തിത്വത്തിൽ അത് മനസ്സിലാണ് വരേണ്ടത്. അത് ഞാൻ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു തരണം നിനക്ക്? ഇത് നമ്മൾ ചോദിക്കണില്ല. നമ്മൾ പറയണത് ആ മനുഷ്യൻ്റെ സ്വഭാവം മാറ്റിത്തരണം, അവരുടെ കൂട്ടുകാരിയെ നന്നാക്കി തരണം. നമ്മൾ നമ്മുടെ കണ്ണിലെ തടി കഷ്ണം മാറ്റാൻ ഈശോയോട് പറയണില്ല. അപ്പോൾ ആ ഈശോയോട് നമ്മൾ പറയണം, ഈശോ എനിക്ക് നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനല്ലേ. അതുപോലെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:13 പറയുന്നുണ്ട്, അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പം നമ്മൾ ഈ ഇരിക്കുന്നതും നിൽക്കുന്നതും, ഇപ്പം നമ്മൾ ഇവിടെ കൂടിയിരുന്ന് സംസാരിക്കുന്നത് പോലും ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഈശോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചിന്തകളും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ അതായത് ചിന്തകളുടെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനാ കർത്താവെന്ന്. അപ്പം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകൾ പോലും അറിയുന്ന ദൈവം. അപ്പം നമ്മൾ ചോദിക്കണം, ഈശോയെ എനിക്ക് ഈ ആത്മീയ അന്ധത മാറ്റി എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ കാഴ്ചപ്പാട്, ആ ദൈവികമായ പ്രകാശം തന്ന് മനുഷ്യരെ, എൻ്റെ സഹോദരങ്ങളെ കാണേണ്ടുന്ന രീതിയിൽ കണ്ട് അവർക്ക് വേണ്ടുന്ന സ്നേഹം കൊടുത്ത്
അവരുമായി എനിക്കുള്ളത് പങ്കുവെച്ച് ഒരാത്മീയ പൈതലായിട്ട് ദൈവത്തിൻ്റെ മകളായിട്ട് എനിക്കിവിടെ ജീവിക്കണം. അങ്ങനെ അനേക ആത്മാക്കളെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരണം, ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടണം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ മീൻ പിടിക്കാൻ നല്ല പഠിപ്പിച്ച അല്ലേ, മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ വഴി നമ്മൾ മനുഷ്യരെ പിടിക്കണം. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോ സെക്കൻഡ്സും ചെലവഴിക്കണം. ഇതാണ് ഈശോയുടെ ആഗ്രഹം. നമ്മുടെ കണ്ണില് തടി കഷ്ണം എടുത്തു മാറ്റി എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണില് കരട് എടുക്കാനായിട്ട്. ഇത് എത്രയും മനസ്സിലായില്ലേ? ഇപ്പൊ ചേച്ചി നന്നായിട്ട് മനസ്സിലായി. ഇനി ഇങ്ങനെയൊക്കെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കണം, നല്ലതായിട്ട് വചനം വായിക്കണം, പ്രാർത്ഥിച്ച് ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്തില്ല പിന്നെ ആരാ ചെയ്യുന്നത്? ഇപ്പം ഇന്നത്തെ യാത്രയൊക്കെ നന്നായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷമല്ലേ കിട്ടുള്ളൂ ഇങ്ങനെയൊരു തീർത്ഥയാത്രയൊക്കെ അല്ലേ? അതെ. ഏതായാലും അപ്പം ഇനി എല്ലാം പറഞ്ഞ പോലെയൊക്കെ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.